നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന സേതുവിന്റെയും പല്ലവിയുടെയും വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി മുതൽ നമ്മൾ എന്നും സേതുവിന്റെയും പല്ലവിയുടെയും വിശേഷം നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. രാവിലെ 9 മണിയോട് കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത്, മുടങ്ങാതെ ഇടുന്നതായിരിക്കും. അപ്പൊ കുറെ പേരുടെ അഭ്യർത്ഥന പ്രമാണിച്ചാണ് നമ്മൾ ഈ ഒരു കഥ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ അടിപൊളി കഥ തന്നെയാണ്. ആരെങ്കിലും ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടു തുടങ്ങിക്കോളൂ. അടിപൊളി കഥയാണ് കേട്ടോ. നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ കഥ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ലൈക്കിന് 1K ആണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് പോയാലോ. പല്ലവി സങ്കടപ്പെട്ടിരിക്കുകയാണ്. പല്ലവിയുടെ ജോലി പോയി, അതുപോലെ തന്നെ അഭിമാനവും പോയി. ഇന്ദ്രൻ അത്രയധികം പ്രശ്നം അവിടെ ഉണ്ടാക്കി. അതിലൊക്കെ ഉപരിയായിട്ട് തന്നെ സ്വാതി ആ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അത് കാരണമാണ് കൂടുതലും ആ ഒരു ജോലിക്ക് പ്രശ്നം ഉണ്ടായത്. അപ്പൊ അങ്ങനെ കൂട്ടുകാർ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു, ഇതാരാണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, ഇതാരാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്, ആ വീഡിയോ ആരാണ് എടുത്തതെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നേരെ പോകുന്നത് കോളേജിലേക്കാണ്. അപ്പൊ കോളേജിലെ ആ ഒരു CCTV ദൃശ്യങ്ങൾ അവിടുത്തെ പിയൂണിന്റെ സഹായത്തോടു കൂടി നമ്മുടെ പല്ലവിയുടെ കൂട്ടുകാരി എടുക്കുകയാണ്. അപ്പൊ അവിടുത്തെ ടീച്ചർ തന്നെയാണ് ഈ കൂട്ടുകാരി. അപ്പൊ കൂട്ടുകാരി എടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ആ CCTVയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാം എടുത്ത് പ്രചരിപ്പിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ മാധവന്റെ മകൾ സ്വാതിയാണെന്ന്. അങ്ങനെ സ്വാതി ഇത് എടുത്തതെന്ന് മനസ്സിലായി നമ്മുടെ പല്ലവിയുടെ കൂട്ടുകാരി എന്ത് ചെയ്തു, ഇത് നേരെ സേതുവിനോട് പോയി പറഞ്ഞു. ഏതായാലും സേതു വെറുതെ ഇരിക്കുവോ? സേതുവിന്റെ പെങ്ങളാണ് എങ്കിൽ പോലും സേതുവിന്റെ ശത്രുക്കൾ തന്നെയാണ് അവര്. അതുമല്ല, പല്ലവിയുടെ ജോലി പോയത് ഒരിക്കലും സേതു സഹിക്കില്ല. അതുകൊണ്ട് തന്നെ സേതു നേരെ ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ സ്വാതിയുടെ അടുത്തേക്കും സ്വാതിയുടെ ചേച്ചിമാരുടെ അടുത്തേക്കാണ്. അപ്പൊ ഇവരിങ്ങനെ വണ്ടിയിൽ പാട്ടും കൂത്തും ഒക്കെ വെച്ച് ഇങ്ങനെ DJ ഒക്കെ വെച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സേതുവിന്റെ വണ്ടി ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയും അതിനകത്ത് നിന്ന് സേതു സ്വാതിനെ വലിച്ചിറക്കി കാർണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ട്, നീ എന്ത് പരിപാടിയാടി നീ കാണിച്ചത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചത് നിന്റെ അപ്പന്റെ കാശ് കണ്ടിട്ടാണെങ്കിൽ അതങ്ങ് വെച്ചോണ്ടിരുന്നാ മതി. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജോലി കളഞ്ഞപ്പോ നിനക്ക് സമാധാനമായില്ലേന്ന് ചോദിച്ചു. അപ്പൊ തൊട്ടടുത്ത് നിന്ന് എല്ലാവരും, അതായത് 2 ചേച്ചിമാരുണ്ടല്ലോ, സ്വാതിയുടെ 2 ചേച്ചിമാരും ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, തോന്നിവാസം കാണിക്കരുത്. നിങ്ങൾ എന്റെ അനിയത്തിനെ തല്ലിയല്ലേന്ന് ചോദിക്കുമ്പോൾ നിന്റെ അനിയത്തിനെ തല്ലുവല്ല, നിന്റെ അനിയത്തിനെ കൊല്ലുക ചെയ്യേണ്ടത്. അവള് ചെയ്തേ പ്രവർത്തിക്കാം. അവളുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു മിസ്സിന്റെ ജോലി കളയാൻ മാത്രം ഇവൾ എത്ര ദ്രോഹിയാണെന്ന് പറഞ്ഞപ്പം അവിടെ നിന്ന് ആ ഒരു നമ്മുടെ സ്വാതിയുടെ ചേച്ചി പറഞ്ഞു, മൂത്ത ചേച്ചി പറഞ്ഞു, അതിനിപ്പോ എന്താ, അങ്ങനെ ഒരാളുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ ജോലി മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കടയിലാണെങ്കിൽ ഇഷ്ടം പോലെ തുണി മടക്കി വെക്കുന്ന ജോലിയുണ്ട്, വേണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോ, പിന്നെ നിങ്ങളുടെ കടയിലെ തുണി മടക്കി വെക്കുന്ന ജോലി ചെയ്യാൻ മാത്രം അവളത്രയ്ക്ക് തരം താഴ്ന്ന പെണ്ണല്ല. നിന്റെ കടയിലൊക്കെ ആരാടി ജോലിക്ക് വരുന്നത്? ആര് നിന്റെ കടയിൽ ജോലിക്ക് വരാനാ? ആര് നിന്റെ കടയിൽ ജോലിക്കൊന്നും വരാൻ പോകുന്നില്ല. നിന്റെ അച്ഛന്റെ കുറെ പണം കൊണ്ട് ദേ ബാക്കിയുള്ള പാവങ്ങളെ പട്ടിണിയാക്കാൻ നോക്കരുത് നീ. പിന്നെ അവള് പഠിച്ച വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണാ, അവക്ക് നിന്റെ കടയിലൊന്നും ജോലിക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല. ദേ, ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇനി ഈ പരിപാടിയായിട്ട് ഇറങ്ങിയുണ്ടല്ലോ, 3 എണ്ണത്തിനെ ഞാൻ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സേതു പോയത്. ഏതായാലും സ്വാതിക്ക് വല്ലാത്ത ഫീലായി കേട്ടോ. സ്വാതി അങ്ങ് ചമ്മി നാറി വിളറി വെളുത്തു. ഏതായാലും ഇവര് നേരെ വീട്ടിൽ ചെന്നിട്ട് വേറൊരു പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ സേതു അടിച്ചു എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ മാധവൻ വിശ്വസിക്കില്ലെന്ന് അറിയാം. കാരണം ഒരു കാരണവും ഇല്ലാതെയും സേതു അടിക്കില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇവര് പ്ലാൻ ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, ഈ 3 പേരും കൂടെ പ്ലാൻ ചെയ്യുന്നത് വെറുതെ തല്ലി എന്നും പറഞ്ഞാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇവര് വണ്ടിയിൽ പോകുന്ന സമയത്ത് സേതു വന്ന് വെറുതെ തല്ലി എന്നൊക്കെ പറയാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാധവൻ വീട്ടിൽ വന്നു. മാധവന്റെ കൂടെ മാധവന്റെ അളിയനും കാര്യസ്ഥനും ഒക്കെ ഉണ്ട്. മാധവന്റെ അളിയൻ ഇച്ചിരി മുറ്റാണെന്ന് അറിയാലോ. അപ്പം ഇവരൊക്കെ കയറി വന്ന ഉടനെ തന്നെ ഇവര് 2 പേരും കൂടെ സ്വാധീനം പറഞ്ഞു വിടുക. മറ്റേ 2 പേരും കൂടെ ചേച്ചിമാരും കൂടെ സ്വാധീനം പറഞ്ഞു വിട്ടിട്ട് നീ ചെന്ന് കരയെന്ന് പറഞ്ഞു. ഓടിച്ചെന്ന് മാധവനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് കരഞ്ഞു. അച്ഛാ, എന്നെ തല്ലി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട്. ആര് മോളെ തല്ലി? മോളെ എന്താ ഈ പറയുന്നത്? അച്ഛാ, എന്നെ തല്ലി അച്ഛാ, എന്നെ ആ സേതു തല്ലീന്ന്. സേതു തല്ലീന്നോ? സേതു എന്തിനാ നിന്നെ തല്ലിയത്?
അതെന്തിനാ വെറുതെ സേതു തല്ലിയെന്നോ? അതെ അച്ഛാ, വെറുതെ എന്നെ തല്ലി അച്ഛാ. ഇത് ചോദ്യം ചെയ്യണം, ഇത് ചോദ്യം ചെയ്തേ പറ്റൂ. ദേ എന്ത് വേദന എടുത്തെന്നറിയാമോ ഈ മോക്ക്. ഈ മോളുടെ കവിള് മൊത്തം ചുമന്ന് കിടക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങ് വന്നില്ലേ നമ്മുടെ അളിയൻ ഇങ്ങ് വന്നിട്ട്, മാധവന്റെ അളിയൻ ഇങ്ങ് വന്നിട്ട്, ഓഹോ അത്രയ്ക്കായോ, എങ്കിൽ പിന്നെ അവനോട് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം, അവൻ അത്രയ്ക്കായല്ലേ, അവൻ അത്രയ്ക്ക് അഹങ്കാരമോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ മാധവൻ പറയുന്നുണ്ട്, ഹേ ഇല്ല, വെറുതെ ഒന്നും അവൻ മോളെ തല്ലില്ല, വേണ്ട നമുക്കിത് ചോദിക്കാനും പറയാനൊന്നും പോകണ്ട, നിന്റെ ഏട്ടനല്ലേ, നിന്റെ വലിയേട്ടനല്ലേ, നീ അങ്ങ് ക്ഷമിച്ചു കളാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വലിയേട്ടനോ, അയാൾ എൻ്റെ വലിയേട്ടനൊന്നും അല്ല, എൻ്റെ വലിയേട്ടനാണ്, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ഇങ്ങനെയൊന്നും എന്നോട് ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കരച്ചില്. അങ്ങനെ അളിയനാണെങ്കിൽ ഒരു അവസരം നോക്കി നിൽക്കുകയാണ് നമ്മുടെ സേതുവിനെ അപമാനപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ട് മാധവനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് സേതുവിന്റെ അടുത്തേക്ക്. ഇതേ സമയം നമ്മുടെ സേതു ആണെങ്കിൽ ഒരു ഹോട്ടലിന്റെ ഒരു ചെറിയ തട്ടുകടയുടെ ഫ്രണ്ടിൽ ഇരുന്നവരൊക്കെ ചായ കുടിക്കാൻ കേട്ടോ, കൂട്ടുകാരൊക്കെ ഉണ്ട്, ചായ കുടിക്കുന്നു. അങ്ങനെ കൂട്ടുകാർ പറഞ്ഞു, ഏതായാലും നന്നായി അവക്കിട്ടൊരു അടി കൊടുത്തത്, ഏതായാലും അവക്കിട്ട് അടി കൊടുത്തത് കൊണ്ട് നമുക്ക് സമാധാനമൊന്നും പോയിട്ടില്ലല്ലോ, പല്ലവിയുടെ ജോലി പോയില്ലേ, അപ്പൊ പിന്നെ അത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഹേയ് വേണ്ടായിരുന്നു, അടി കൊടുത്തത് വേണ്ടായിരുന്നു, അത് മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാധവൻ വരുന്നത്. മാധവൻ വന്നു കഴിയുമ്പോഴത്തേക്കും മാധവൻ വന്നതേ കാര്യം പിടികിട്ടി നമ്മുടെ സേതുവിന്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ മാധവന്റെ അളിയനാണ് പറയുന്നത്, എടാ നീ എന്തിനാടാ ഞങ്ങളുടെ കൊച്ചിനെ തല്ലിയതെന്ന് ചോദിച്ചപ്പം, തല്ലിയത് എന്തിനാണെന്നോ, വെറുതെ എനിക്ക് തല്ലേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വെറുതെ പോകുന്ന വഴി കൂടെ പോകുന്ന അവളെ പിടിച്ച് എനിക്ക് തല്ലേണ്ട ഒരു കാര്യമില്ല, അവള് കാരണം ഒരു പെൺകുട്ടിയുടെ ജോലിയാണ് പോയതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മാധവന് മനസ്സിലായി തന്റെ മകളുടെ കയ്യിൽ തന്നെയാ തെറ്റെന്ന്. പക്ഷെ അളിയൻ അതിന് നിൽക്കത്തില്ലല്ലോ. അളിയൻ എങ്ങനെയെങ്കിലും നമ്മുടെ സേതുവിനെ തള്ളി മാറ്റാനാണ് ശ്രമിക്കുന്നത്. കുടുംബത്തിൽ അങ്ങാണം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തുകളെല്ലാം സേതുവിനും കൂടെ ഭാഗം വെച്ച് കൊടുക്കേണ്ട വരുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അളിയൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അളിയൻ പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ മക്കൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഞങ്ങളുണ്ട്, ഞങ്ങളുടെ മകളെ തൊടാൻ നിനക്ക് എന്തൊരു അവകാശം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാവുകയാണ്. അപ്പോഴത്തേക്കുമാണ് മാധവൻ വന്നിട്ട് പറയുന്നത്, അതേ സേതു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, ഒരു 5 മിനിറ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്ത് കാര്യം സംസാരിക്കാൻ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണ്ട, വേണ്ട, എനിക്ക് സംസാരിക്കണം, എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതു ഒരൊറ്റ തള്ളു കൊടുത്തു കേട്ടോ. അച്ഛനാണ്, തള്ളാനൊന്നും പാടില്ല, എങ്കിലും എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞാണ്ട് ഒറ്റ തള്ളു കൊടുത്തു. അയാൾ ചെന്നങ്ങ് വീഴുകയും ചെയ്തു. അയാൾ ചെന്ന് വീണു. പെട്ടെന്ന് അളിയനെ കയറി പിടിച്ചിട്ട് അളിയൻ വണ്ടിക്കകത്തേക്ക് കയറ്റി. സേതു ഇയാൾ ചോദിച്ചതൊന്നും ആൻസർ പറയാൻ കൂട്ടാക്കിയില്ല. സേതുവിനെ സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞത്. ഏതായാലും വണ്ടി പോകുന്ന ഇടയ്ക്ക് നമ്മുടെ മാധവന് ചെറിയ രീതിയിൽ എന്തൊക്കെയോ നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളൊക്കെ വരുന്നു. അപ്പൊ അളിയൻ ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അളിയൻ പറയുന്നുണ്ട്, എന്തിനാ അവനോട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ അളിയൻ ഇപ്പൊ ഇത്ര ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ സമയവും നമ്മുടെ സേതു വലിയൊരു ഇതിലെ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് അച്ഛനല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ് കേട്ടോ. ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് നമ്മുടെ മാധവൻ ഹോസ്പിറ്റലിലാവുകയാണ്. അപ്പം മാധവൻ ഹോസ്പിറ്റലിലായ വിവരം സേതു അറിയുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ മാധവൻ അഡ്മിറ്റാണ്. അറ്റാക്കാണ് പുള്ളിക്കാരന്. പെട്ടെന്ന് ഒരു അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക് വന്നു. അങ്ങനെ പുള്ളിക്കാരൻ നേരെ കിടക്കുന്നത് ICUവിൽ തന്നെയാണുള്ളത്. ഓക്സിജൻ ഒക്കെ കൊടുത്ത് ഇട്ടേക്കുകയാണ് നമ്മുടെ മാധവനെ. കുറച്ച് സീരിയസ് പ്രശ്നം തന്നെയാണ്. അപ്പം മക്കളെല്ലാം വന്നു, ഭാര്യയൊക്കെ വന്നു. ഏതായാലും ഈ വിവരം മക്കൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ നിന്ന് തുള്ളുകയാണ്. എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബാക്കി എന്താണെന്ന് ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മക്കളൊക്കെ വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയാണ്. പക്ഷെ ഇതേ സമയം നമ്മുടെ സേതു വിവരം അറിഞ്ഞു. സേതു ആകെ തകർന്നു പോയി കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനല്ലേ, സ്വന്തം രക്തമല്ലേ, നമുക്ക് വേദനിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ സേതു വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടുകാർ വന്ന് ചോദിക്കുന്നത് എന്ത് പറ്റിയിടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ അയാൾ ഹോസ്പിറ്റലാ. ആര് ഹോസ്പിറ്റല്? ഏതയാള്? അത് പിന്നെ അച്ഛൻ ഹോസ്പിറ്റലാണെന്ന്. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞവിടെ ഏതായാലും ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മാധവൻ മരിച്ചു പോവുക തന്നെയാട്ടോ ചെയ്യുന്നത്. ഇനി മാധവന്റെ മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ കൂട്ടായിട്ട് നമ്മുടെ സേതു തന്നെയാണുള്ളത്. അപ്പൊ നിങ്ങൾ ചെറിയ പ്രമോവിശേഷമൊക്കെ കണ്ടു കാണും. അപ്പൊ നമ്മൾ പ്രമോവിശേഷം പറയാനും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ എല്ലാ ദിവസവും കാണുക, നമ്മൾ ഇടുന്നുണ്ട് എല്ലാ ദിവസവും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.